ദക്ഷിണേന്ത്യക്കാരെ ഒന്നാകെ അപമാനിച്ച് വംശീയമായി അധിക്ഷേപിച്ച ബിജെപി മുൻ എംപി തരുൺ വിജയ് അദ്ദേഹത്തിന്റെ വാക്കുകൾക്കെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഇന്ത്യ ഒട്ടാകെ നിലവിൽ ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും ശ്രദ്ധേയമായത് ഇന്ത്യ ആഫ്രിക്ക പാർലമെന്ററി ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് അധ്യക്ഷനാണ് അദ്ദേഹം. ബിജെപി ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കൂടിയാണ്, ഒപ്പം ബിജെപിയുടെ മുൻ എംപി കൂടിയാണ് എന്നുള്ളതാണ്. എങ്ങനെയാണ് നൈജീരിയക്കാർ ഗ്രേറ്റർ നോയിഡയിൽ ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് അൽ ജസീറയുടെ പ്രതിനിധി ഇന്ത്യയിൽ ആഫ്രിക്കക്കാർ സുരക്ഷിതരാണോ എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടിയായാണ് തരുൺ വിജയ് പറഞ്ഞത്, അവർ സുരക്ഷിതരാണ്, അല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ദക്ഷിണേന്ത്യക്കാർക്കൊപ്പം കഴിയുമായിരുന്നില്ലല്ലോ എന്ന വളരെ സ്പഷ്ടമായ വാക്കുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. വളരെ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഇക്കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്തത്. ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് സർലിംഗ് ദില്ലിയിൽ നിന്ന് ചേരുന്നു. സന്തോഷ്, യഥാർത്ഥത്തിൽ RSSന്റെ മുഖപത്രമായ പാഞ്ചജന്യത്തിൽ 1986 മുതൽ 2008 വരെ എഡിറ്റർ കൂടിയായിരുന്നല്ലോ ഈ തരുൺ വിജയ്. യഥാർത്ഥത്തിൽ വളരെ സ്ഫോടനാത്മകമായ പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് നിലവിൽ ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം ട്വീറ്റ് ചെയ്തിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി വാക്കുകൾ വളച്ചൊടിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ്. എന്താണ് എന്റെ പുതിയ ഡെവലപ്മെന്റ്സ്? അരുൺ, ബിജെപിയുടെ താത്വിക നേതാക്കളിൽ ഒരാളാണ് തരുൺ വിജയ്. ചൂണ്ടിക്കാണിച്ചതുപോലെ പാഞ്ചജന്യത്തിന്റെ മുൻ എഡിറ്റർ, പതിറ്റാണ്ടോളം പാഞ്ചജന്യത്തെ നയിച്ചു. BJPക്കും RSSനും വേണ്ടുന്ന താത്വിക നിലപാടുകൾ പലപ്പോഴും യഥാസമയങ്ങളിൽ കൈക്കൊണ്ട നേതാവ് കൂടിയാണ് തരുൺ വിജയ്. ഇന്നലെ രണ്ടു ദിവസം മുമ്പ് അൽ ജസീറ ഇന്ത്യയിൽ ആഫ്രിക്കൻ വംശജർക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ സംബന്ധിച്ചുള്ള ചോദ്യത്തിലാണ് അദ്ദേഹം തികച്ചും വംശീയമായ ദക്ഷിണേന്ത്യക്കാരെ അവഹേളിക്കുന്ന തരത്തിൽ പറഞ്ഞത്. ആ വാക്കുകൾ നമുക്ക് ഒന്നുകൂടി പറയാം. ഇന്ത്യക്കാർക്ക് ആഫ്രിക്കൻ വംശജരോട് വെറുപ്പുണ്ടെങ്കിലും അവരെ ആക്രമിക്കുമെന്ന് പറയാനാകില്ല. കാരണം ഇവിടെ ഞങ്ങളുടെ ഒപ്പം കേരളം, തമിഴ്നാട്, ആന്ധ്ര തുടങ്ങി ദക്ഷിണേന്ത്യക്കാരുണ്ട്. എല്ലാവരും കറുത്തവരാണ്. അവരെ ആക്രമിക്കാത്ത, അവരെ സഹിക്കുന്ന ഞങ്ങൾ എങ്ങനെ ആഫ്രിക്കക്കാരെ ആക്രമിക്കും എന്നാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത്. ഇപ്പോൾ എന്തായാലും പുതുതായി അദ്ദേഹത്തിന്റെ ആ പ്രസ്താവന ഈ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പ്രചാരം നേടുകയും അതിനെതിരെ വലിയ പ്രതിഷേധം ഉയരുകയും ചെയ്ത സാഹചര്യത്തിൽ ഇപ്പോൾ പുതിയൊരു ട്വീറ്റുമായി എത്തിയിട്ടുണ്ട്. തന്റെ വാക്കുകൾ വളച്ചൊടിച്ചാണ് അദ്ദേഹം അതിൽ കൂട്ടുപിടിക്കുന്നത്. ശ്രീകൃഷ്ണന്റെ ഒരു ഉപമയാണ്. ശ്രീകൃഷ്ണൻ കർത്തവനാണ്, അങ്ങനെയുള്ള ഒരാളാണ്. അദ്ദേഹത്തെയാണ് ഞങ്ങൾ പൂജിക്കുന്നത്. അങ്ങനെയുള്ള താൻ ഒരിക്കലും ഇക്കാര്യത്തിൽ വലിയ തരത്തിലുള്ള വിശദീകരണവുമായി അദ്ദേഹം പിന്നീട് എത്തിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലടക്കം വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തിനെതിരെ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ള പ്രശസ്തനായ പരിസ്ഥിതി പ്രവർത്തകൻ നിത്യാനന്ദ അടക്കം ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ നിലപാടിനെ ചോദ്യം ചെയ്തുകൊണ്ട് പരസ്യമായി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. മുതിർന്ന മാധ്യമപ്രവർത്തകൻ കൂടിയായ PV തോമസ് അദ്ദേഹം നിലവിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ PV തോമസ്, യഥാർത്ഥത്തിൽ ഈ BJP നേതാവിന്റെ അദ്ദേഹം ഇന്ത്യ ആഫ്രിക്ക പാർലമെന്ററി ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് അധ്യക്ഷനാണ്. ആ തരത്തിൽ അദ്ദേഹത്തിനെ കാണാനാവില്ല. അതിനപ്പുറം BJP നേതാവായി തന്നെയാണ് അദ്ദേഹം ഇക്കാര്യത്തിൽ പ്രതികരിച്ചത്. എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായിട്ടും. അതായത് തരുൺ വിജയൻ എനിക്ക് ദെറാദൂൺ തൊട്ട് അറിയാവുന്നതാണ്. അദ്ദേഹം ദെറാദൂണിൽ വെച്ച് എന്റെ ഒരു ഫ്രണ്ടുമായിരുന്നു. ഞങ്ങൾ സംസാരിക്കാണ്ടായിരുന്നു കാര്യങ്ങളെല്ലാം. അദ്ദേഹത്തിന് അന്നും RSSന്റെ ഒരു ചിന്താധികാരനായിരുന്നു അദ്ദേഹം. അതിൽ എനിക്ക് ഇല്ല. പക്ഷെ അദ്ദേഹം വളരെ ബുദ്ധിമാനായിട്ടുള്ളൊരു മനുഷ്യനാണ്. അങ്ങനെയാണ് അദ്ദേഹം തീർച്ചയായിട്ടും BJPയുടെ MP വരെ, രാജ്യസഭ MP വരെയൊക്കെ ആയതും. അതായത് ഇങ്ങനെ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചത്, പറഞ്ഞത് ആ ഒരു മാനസിക സെറ്റപ്പിനെയാണ് കാണിക്കുന്നത്, മെന്റാലിറ്റിയാണ് കാണിക്കുന്നത്. കാല മദ്രാസി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കളിപ്പിച്ചുകൊണ്ടിരുന്ന കാര്യം. അതുപോലെ തന്നെ ഹിന്ദു, ഹിന്ദി, ഹിന്ദുസ്ഥാൻ എന്നുള്ള മുദ്രാവാക്യം BJPയുടെ ആരംഭകാല മുദ്രാവാക്യം. പിന്നെ ജിയോ പൊളിറ്റിക്സ് മാറിയപ്പോഴത്തേക്കും ഒന്ന് മാറ്റി എന്നൊക്കെ ഉള്ളൂ. അതിപ്പോൾ ഇങ്ങനെ ഒരു ഏറിയൊരു വിവേചനം ഉണ്ട്. അത് അദ്ദേഹം പറയുന്നത് അത് രക്ഷപ്പെടുത്താൻ വേണ്ടി, മുഖം രക്ഷപ്പെടുത്താൻ വേണ്ടി പറഞ്ഞാണെങ്കിൽ പോലും ആ ഒരു ആറ്റിറ്റ്യൂഡാണ് കാണിക്കുന്നത്. ആ ആറ്റിറ്റ്യൂഡ് ഒക്കെ മാറിയില്ലെങ്കിൽ, മാറ്റാൻ സാധിച്ചിട്ടില്ലെങ്കിൽ വളരെ സങ്കടകരമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഈ എല്ലാവരും ചോദിക്കുന്നത് ഇക്കാര്യത്തിൽ ഈ ഞങ്ങൾ എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് ആരെയാണ്, ഏത് വിഭാഗത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം ഉദ്ദേശിച്ചത് BJP മാത്രമല്ല, വടക്കേ ഇന്ത്യക്കാരെ ആണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷെ വടക്കേ ഇന്ത്യക്കാർക്ക് അങ്ങനെ അടച്ചങ്ങനെ ഒരു വിശ്വാസം, ഒരു വിചാരം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല.
അങ്ങനെ ഒരു വിവേചനം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് ഉദ്ദേശിച്ചത് BJP തന്നെ, വടക്കേന്ത്യക്കാരാണെങ്കിലും BJP ആണ് അദ്ദേഹത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത്. അങ്ങനെ ഒരു സഹിഷ്ണുതയോടോ അങ്ങനെ ഒരു താഴ്ന്നു വീണ് കിടന്ന് ജീവിക്കേണ്ട ഒരു കാര്യമൊന്നും തെക്കേന്ത്യക്കാർക്കില്ല. കർത്തവരാണെങ്കിൽ വിചാരിച്ച് ആരുടെയും സഹതാപത്തോടെയോ അല്ലെങ്കിൽ കാര്യത്തോടുകൂടി ജീവിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ വന്നത് മനസ്സിന് വെളിയിലേക്ക് വന്നത് ഒരു ചിന്താഗതിയുടെ ഭാഗമാണ് വെളിയിലേക്ക് വന്നത്. അത് ഏതായാലും അപലനീയമാണ്, ഏറ്റവും നിന്ദാർഹമാണ്, വളരെ മോശവുമാണ്. അതും BJPയുടെ MP ആയിരുന്നു ഒരാൾ പറയുന്നത്, തരുൺ വിജയ് പറയുന്നത്. തീർച്ചയായിട്ടും അത് ആ പാർട്ടി അതിൽ നിന്ന് ഡിസ്റ്റൻഡ് ചെയ്യണം, തീർച്ചയായിട്ടും അതിനെ തള്ളിപ്പറയണം, അല്ലെങ്കിൽ ഇതൊരു മനസ്സിലായിട്ട് മനസ്സിലാക്കും. ഇതിനെ തീർച്ചയായിട്ടും മലയാളികൾ അല്ല, തെക്കേന്ത്യക്കാർ മാത്രമല്ല, ഇന്ത്യയിലുള്ള എല്ലാ റൈറ്റ് തിങ്കിങ് പീപ്പിൾ, ഇന്ത്യയിലുള്ള എല്ലാം തീർച്ചയായിട്ടും ഇതിനെ തള്ളിക്കളയും. അതെ, ഈ ഏറ്റവും ശ്രദ്ധേയമായത് ഇന്ത്യ ആഫ്രിക്ക പാർലമെന്ററി ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പിന്റെ അധ്യക്ഷനാണ് അദ്ദേഹം എന്നുള്ളതാണ്. ഇങ്ങനെ വംശീയമായ അധിക്ഷേപം നടത്തുന്ന ഒരാൾക്ക് ആ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഇരുന്നു കൊണ്ട് എങ്ങനെ നീതിയുക്തമായി കാര്യങ്ങൾ ചെയ്യാനാകും? അദ്ദേഹത്തിന്റെ എന്ത് ഫ്രണ്ട്ഷിപ്പാണ് അദ്ദേഹം നടത്തുന്നത് എനിക്കറിയാൻ പാടില്ല. അത് രാഷ്ട്രീയമായിട്ടുള്ള മാത്രമേ ആകാൻ സാധ്യതയുള്ളൂ. അല്ലാതെ അദ്ദേഹത്തിന് അതിന് കോൺട്രിബ്യൂഷൻ ഉണ്ടായിട്ട് എനിക്ക് അറിയാൻ പാടില്ല, ചെയ്തിട്ടുണ്ട് അറിയാൻ പാടില്ല, ഞാൻ കേട്ടറിഞ്ഞിട്ടില്ല. പക്ഷെ ഇങ്ങനെയുള്ള ഒരു ചിന്താഗതിയാണെങ്കിൽ, ഇതാണ് അദ്ദേഹം ഒരു എക്സ്ക്യൂസ് ആയിട്ട് പറയുന്നതെങ്കിൽ, തെക്കേന്ത്യക്കാരുമായിട്ട് കറുത്ത ഇന്ത്യക്കാരോട് ജീവിക്കാൻ ഞങ്ങൾക്ക് പറ്റുമെങ്കിൽ എന്തുകൊണ്ട് ആഫ്രിക്കയിലോട്ട് വളരെ പറയുകയാണെങ്കിൽ അദ്ദേഹം മണ്ടനല്ല. പക്ഷെ എന്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എന്ന് എനിക്കറിയാൻ പാടില്ല. അദ്ദേഹം ബുദ്ധിയുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ്, അദ്ദേഹത്തിന് നല്ലൊരു വിചാരധാരയുണ്ട്, അദ്ദേഹം പ്രാചീനത്തിന്റെ എഡിറ്ററായിരുന്നു. അങ്ങനെ ആ രീതിയിലെല്ലാം അറിയാവുന്നതാണ്. അദ്ദേഹം RSSന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ചിന്താഗതിക്കാരനാണത്. പക്ഷെ അദ്ദേഹം എന്തുകൊണ്ട് പറഞ്ഞു എന്ന് വന്നാൽ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നത് ഇത് തന്നെയല്ലേ ഇതിന്റെയൊക്കെ കാതലായിട്ടുള്ള ചിന്താഗതി എന്നുള്ളതാണ്. അതെ, അദ്ദേഹം അൽ ജസീറ മാധ്യമ പ്രവർത്തകനോടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. അബദ്ധത്തിൽ സംഭവിച്ചതാകാൻ വഴിയില്ല. താങ്കൾ പറഞ്ഞതുപോലെ വളരെ ബുദ്ധിമാനായ ഒരാളാണ് അദ്ദേഹം എന്ന് അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ നിലവിൽ നോക്കുമ്പോൾ അറിയാം. അങ്ങനെ ഒരാൾ അബദ്ധത്തിൽ പറയാനുള്ള സാധ്യത ഇക്കാര്യത്തിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതായത് അവരുടെ അജണ്ട അത് വസ്തുനിഷ്ഠമായി അദ്ദേഹം അങ്ങ് പറഞ്ഞു വെച്ചു എന്നുള്ളതാണ്. അതെ, അത് തന്നെയാണ്. അതായത് അബദ്ധത്തിൽ പറഞ്ഞതല്ല, പക്ഷെ ആ രാഷ്ട്രീയ ഔട്ട്ലുക്കിന്റെ അന്തസത്ത പുറത്തേക്ക് വന്നു പോയതാണ്. ആ പുറത്തേക്ക് വന്നപ്പോഴത്തേക്ക് ഇത് രീതിയിലൊരു അബദ്ധമായി പോയി. അല്ലാതെ ഇത് തന്നെയാണ് ഇതിന്റെ അന്തർധാര എന്ന് പറയുന്നത്, അന്തസത്ത എന്ന് പറയുന്നതും ഇത് തന്നെയാണത്. ഞങ്ങൾ ഇതൊക്കെ ഒരുമിച്ച് കൊണ്ടുപോവുകയാണ്. ഞങ്ങള് ആദിവാസിയെ ഒരിക്കലും വനവാസി എന്നല്ലേ പറയുള്ളൂ. ഈ വനവാസിയെയും, അതായത് ഒരിക്കലും അപരിചിതല്ലോ, അവരെല്ലാം വനവാസി എന്നാ പറയുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള എല്ലാവരെയും ഞങ്ങൾ കൊണ്ടുപോകുന്നു, ഒരുമിച്ച് കൊണ്ടുപോകുന്നു, അവരെ ഞങ്ങൾ സഹിച്ചു കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് പറയുന്നത്. അവർ കർത്തവരാണെങ്കിലും ശരി, വനവാസിയാണെങ്കിലും ശരി, ആദിവാസിയാണെങ്കിലും അവരെ കൊണ്ടുപോകുന്നതാണ്. അത് എങ്ങനെ സാർത്ഥകമാകും, എങ്ങനെ ആ വാക്കുകളൊക്കെ പൊള്ളയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായി നമുക്ക് മനസ്സിലാവുന്നത്. ദയവായി തുടരുക. ശ്രീ PV തോമസ്. കൊടിക്കുന്നിൽ സുരേഷ് അദ്ദേഹം കൂടി നിലവിൽ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, മുൻ MP എന്ന നിലയിൽ ഇദ്ദേഹത്തെയും ഒരുപക്ഷെ അങ്ങേക്ക് അറിവുള്ളതാകാനാണ് സാധ്യത. ഇവിടെ വർഗീയ വിഷം തുപ്പുന്ന വാക്കുകളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യയിൽ നൈജീരിയക്കാർ ഗ്രേറ്റർ നോയിഡയിൽ ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അൽ ജസീറയുടെ മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തിനോട് ചോദിച്ച ചോദ്യമായിരുന്നു ഇത്. ഇന്ത്യയിൽ സുരക്ഷിതരാണോ ആഫ്രിക്കക്കാർ എന്ന് ചോദിക്കുമ്പോഴാണ് അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ ദക്ഷിണേന്ത്യക്കാർക്കൊപ്പം കഴിയുന്നില്ലേ, പിന്നെന്താണ് പ്രശ്നം, അങ്ങനെയാണെങ്കിൽ ഇവിടെ ആഫ്രിക്കക്കാരും സുരക്ഷിതരാണ് എന്ന്. എങ്ങനെയാണ് താങ്കൾ കാണുന്നത് തരുൺ വിജയുടെ വാക്കുകളെ? ഹലോ, ഞാൻ പറഞ്ഞത് താങ്കൾ കേട്ടിരുന്നോ? ഹലോ ഹലോ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം. അതായത് ഗ്രേറ്റർ നോയിഡയിൽ 2 ആഫ്രിക്കക്കാർ ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട BJPയുടെ മുൻ MP ആയിരുന്ന തരുൺ വിജയോടെ മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യത്തിനാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്, ഞങ്ങൾ ദക്ഷിണേന്ത്യക്കാർക്കൊപ്പം കഴിയുന്നുണ്ടല്ലോ, പിന്നെ എന്താണ് പ്രശ്നം എന്ന തരത്തിൽ വളരെ കൃത്യമായി വംശീയ അധിക്ഷേപമാണ് നടത്തിയത്. എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? തീർച്ചയായിട്ടും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് കേരള ചാനലിൽ പുറത്തുകൊണ്ട് വന്നിരിക്കുന്നത്. ഇത് ഇന്ത്യ പോലൊരു രാജ്യത്ത് ഒരു പാർട്ടിയുടെ ഒരു പ്രതിനിധി പറയാൻ പാടില്ലാത്ത കാര്യമാണ്. ദക്ഷിണേന്ത്യക്കാരെ പോലും ആവിഷ്കരിക്കുന്ന തരത്തിലുള്ള ഈ ഒരു അതെങ്ങനെ ആണ് BJP ഈ സമൂഹത്തിലെ ഇതിന് ഒരു കൂടുതൽ ക്ലാരിഫിക്കേഷൻ ഉണ്ടാകാൻ ഇക്കാര്യത്തിൽ കുറച്ചുകൂടി ക്ലാരിഫിക്കേഷൻ വരുത്താൻ ഞാൻ ശ്രമിക്കാം. അതായത്
ഒരുപക്ഷെ ഇതിന്റെ കൂടുതൽ വാർത്ത താങ്കൾ അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗ്രേറ്റർ നോയിഡയിൽ ദില്ലിയിൽ 2 നൈജീരിയക്കാർ ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട ഈ തരുൺ വിജയ് മന്ത്രി മറുപടി പറഞ്ഞതാണ്. ഈ തരുൺ വിജയ് എന്ന് പറയുന്നത് നേരത്തെ കഴിഞ്ഞ ലോക്സഭയിൽ ഉണ്ടായിരുന്നാണ്, ഞാൻ എം പി ആയിരിക്കും ഉണ്ടായിരുന്നത്. അയാൾ മറ്റൊരു യോഗി. അതെ 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 ഞാനതാണ് പറഞ്ഞത്. ഒരുപക്ഷെ താങ്കൾക്ക് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം അതായിരുന്നു. ഈ അയാൾ മറ്റൊരു യോഗി ആദിത്യനാഥ്, അതും പ്രാച്ചി പോലെയുള്ള വർഗീയ വിഷമവും പ്രാദേശികവാദവും ഒക്കെ ഉയർത്തുന്ന ആളായിരുന്നു. അയാൾ BJPയുടെ RSSന്റെ ഒരു തനി രൂപമായിരുന്നു. അപ്പൊ അവര് കാണുന്നത് ദക്ഷിണേന്ത്യക്കാരുടെ ദ്രവീഡിയൻസ് ആണ്. അപ്പൊ സ്വാഭാവികമായും അവര് കറുത്ത വർഗത്തിൽപ്പെട്ടവരാണ്, ആ ഒറിജിനാണ് അവർ കാണുന്നത്. അപ്പൊ ബ്രാഹ്മണന്മാരും താക്കൂർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഉയർന്ന ജാതി സവർണ മേധാവിത്വവും സവർണ വർഗവുമാണ് BJP എപ്പോഴും അവരെ താലോലിക്കുന്നത്. BJP അതിന്റെ ഒരു ഭാഗമാണ്, അതിന്റെ ഒരു പ്രതിരൂപമാണ് BJP, RSS. അവരെപ്പോഴും സവർണവർഗത്തിന്റെ താല്പര്യം സംരക്ഷിക്കുകയാണ്. അപ്പൊ ദക്ഷിണേന്ത്യയിലുള്ള കറുത്ത വർഗക്കാരെന്ന് പറയും കൂടുതലും ദ്രവീഡിയൻ സംസ്കാരത്തിലുള്ളവരാണ് ദക്ഷിണേന്ത്യയിലെ ജനങ്ങൾ. അവരെ ആ രീതിയിൽ കാണുകയും അവരെ സൗത്ത് ആഫ്രിക്കയിലെ ജനങ്ങളുടെ അതേ രീതിയിൽ കാണുകയും അവരോടൊപ്പം നൈജീരിയക്കാരും സൗത്ത് ആഫ്രിക്കക്കാരും അങ്ങനെയൊക്കെയുള്ളവരോ സമാനമായി കണ്ട് ആ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടിലൂടെയാണ് ഇവർ സൗത്ത് ഇന്ത്യയിലെ ജനങ്ങളെ കാണുന്നതെങ്കിൽ ഈ BJP എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ പാർട്ടിയുടെ പൊയ്മം ഇതോടുകൂടി വെടിച്ചതായിരിക്കുകയാണ്. ഇതാണ് RSSകാരായ വർഗീയ പ്രാന്തന്മാരുടെ അല്ലെങ്കിൽ സഖികളുടെ മനസ്സിലുള്ളത് ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ മുൻ MP BJP നേതാവ് പറഞ്ഞിരിക്കുന്നത്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, ഒരു കാര്യം കൂടി, ഇന്ത്യ ആഫ്രിക്ക പാർലമെന്ററി ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പിന്റെ അധ്യക്ഷൻ കൂടിയാണ് ഇദ്ദേഹം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ സ്ഥാനത്തിരുന്നു കൊണ്ട് ഇങ്ങനെ വംശീയാധിക്ഷേപം നടത്തുന്ന ഒരാൾക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി ചെയ്യാനാവുക എന്ന വളരെ ജനുവിനായ ഒരു ചോദ്യം അവിടെ ഉദിക്കുന്നുണ്ട്. ഒന്നത്. 2, ഈ സാലെ മദ്രാസി എന്ന വിളി അധികം ആരും അങ്ങനെ ദക്ഷിണേന്ത്യക്കാർ മറന്നുപോയിട്ടുണ്ടാവാൻ സാധ്യതയില്ല. കാരണം ദക്ഷിണേന്ത്യക്കാർ ഉത്തരേന്ത്യക്കാർക്ക് മദ്രാസികളാണ്. ഈ സവർണ ബോധം, സവർണ മേധാവിത്വം, അതിന്റെ അനുരണനങ്ങൾ ഇപ്പോഴും വളരെ കൃത്യമായി ഇവരിലുണ്ട്. ആ അജണ്ട നടപ്പാക്കുകയാണ് ഒരർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ഈ വാക്കുകളിലൂടെ വന്നത് എന്ന് പറയാനാവില്ലേ? സംശയം അത് തന്നെയാണ് അവർ വെച്ചുകൊടുക്കുന്നത്. അവര് ഇപ്പൊ നോക്കിയ മുസ്ലിങ്ങള് ന്യൂനപക്ഷങ്ങളെ അഖിലാഖിനെയും ഏറ്റവും കൂടുതൽ പ്രഹ്ലാദ് ഖാനെയും ഒക്കെ കൊന്ന് അവരെ മസ്ജിദിന്റെ പേരിൽ അടിച്ചു കൊന്നല്ലോ. പക്ഷെ ഒരു മന്ത്രിയെ, ഒരു ന്യൂനപക്ഷം എന്ന് പറഞ്ഞൊരു മുക്താർ അബ്ബാസ് നഖ്വി എന്ന് പറയുന്ന ഒരു മന്ത്രിയെ കേന്ദ്ര മന്ത്രിസഭയിൽ മരുന്നിന് വെച്ചിട്ടുണ്ട്. അയാളെ കൊണ്ട് പലതരത്തിലുള്ള വേഷം കെട്ടിച്ച് ന്യായീകരിക്കുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ RSSകാരനായ ഇദ്ദേഹം ഇപ്പോ ഇന്തോ ആഫ്രിക്കൻ സംഘടനയുടെ അല്ലെങ്കിൽ അതിന്റെ തലപ്പത്തിരിക്കുന്നത് വേറെ മാർഗമില്ലാത്തതുകൊണ്ടാണ്. കാരണം ഇതിന്റെ സംഘടനകളിലെല്ലാം തന്നെ തലപ്പത്ത് വരാൻ ഇവർ ശ്രമിക്കുകയും അതിന്റെ നേതൃത്വം പിടിച്ചെടുക്കുകയും ചെയ്യുക, എന്നിട്ട് അവിടെയെല്ലാം കാവ്യവൽക്കരണം നടത്തുക എന്നുള്ളതാണ് ഇവരുടെ ഒരു അജണ്ട. ആ അജണ്ടയനുസരിച്ച് RSSന്റെ അജണ്ട നടപ്പാക്കുക, ഏതൊക്കെ സംഘടനകൾ കടന്നു കയറാൻ പറ്റുമോ അവിടെ കടന്നു കയറി അവിടെയെല്ലാം കാവ്യവൽക്കരണം നടത്തുക എന്നുള്ളതാണ് ഇവരുടെ അഭിപ്രായം. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ പല സംഘടനകളുടെയും അധികാരം ഉപയോഗിച്ചും മറ്റു സ്വാധീനം ഉപയോഗിച്ചും വർഗീയമായ വർഗീയ ആളെ പകർത്തിയൊക്കെ തന്നെ ഇവർ പല സംഘടനകളുടെ നേതൃത്വസ്ഥാനത്ത് വരികയും അവിടെ അവരുടെ വർഗീയ അജണ്ട ഫാസിസ്റ്റ് അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുന്നതാണ്. ഈ RSSന്റെ മുഖപത്രമായ പാഞ്ചജന്യത്തിന്റെ എഡിറ്റർ ആയിരുന്നു ഈ തരുൺ വിജയ് 1986 മുതൽ 2008 വരെ. അവരുടെ പ്രത്യയശാസ്ത്രപ്രകാരം, അങ്ങനെ പ്രത്യയശാസ്ത്രം എന്ന് പറയാനാവില്ല എങ്കിൽ പോലും, ഇന്ത്യ ചരിത്രാതീത കാലം മുതൽ ഭാരതവർഷം ആര്യ രാജ്യമായിരുന്നു എന്നും മറ്റുള്ളവർ ദ്രാവിഡന്മാരാണ്, അവർക്ക് മേൽ നേടിയ ആധിപത്യം, അതിന്റെയൊക്കെ ഒരു രാഷ്ട്രീയമുണ്ടല്ലോ, അതറിയാതെ അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന്, അറിയാതെ എന്ന് പറയാനാവില്ല, കാരണം അദ്ദേഹം ബുദ്ധിമാനാണ് എന്നാണ് ദില്ലിയിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ PV തോമസ് പറഞ്ഞത്. വളരെ കൃത്യമായി ആ അജണ്ട അത് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ വന്നു എന്ന് കാണാനേ ആവൂ. ശ്രീ കൊടിക്കുന്നിൽ, ആര്യന്മാര് എവിടുന്ന വന്നത്? ആര്യന്മാര് പുറത്തുനിന്ന് വന്ന് നമ്മുടെ രാജ്യത്ത് സ്ഥാപിച്ചവരാണ്. ദ്രാവിഡര് എന്ന് പറയുന്നത് ഈ മണ്ണിന്റെ അവകാശികളാണ് യഥാർത്ഥ ദ്രാവിഡന്മാര്. ആര്യന്മാര് ഇന്ത്യ പുറത്തുനിന്ന് വരികയും ഇവിടെ ആധിപത്യം സ്ഥാപിക്കുകയും ഒക്കെ ചെയ്താണ് ചരിത്രം പറയുന്നത്. അതുകൊണ്ട് ഇത് ഒരു ആര്യ സംസ്കാരത്തിലേക്ക് അല്ലെങ്കിൽ സവർണ സംസ്കാരത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടുപോകുക എന്നുള്ളതാണ് RSSന്റെയും സംഘപരിവാറിന്റെയും അജണ്ട. അതിന് അവര് എല്ലാ ഭരണം ഉപയോഗിച്ചും ഭരണത്തെ ഇരിക്കുമ്പോഴും അല്ലാതെ അവർ അതൊക്കെ ചെയ്യുന്നുണ്ട്, അതിനുള്ള പ്രചരണം നടത്തുന്നുണ്ട്, അതിനവരെ അണികളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ഇന്ത്യ രാജ്യത്ത് ദക്ഷിണേന്ത്യയിലെ ദ്രാവിഡ സംസ്കാരവുമായിട്ട് ഒരിക്കലും അവർക്ക് യോജിക്കാൻ കഴിയില്ല. ദ്രവീഡിയ സംസ്കാരത്തോട്
പൊരുത്തപ്പെടുന്ന ഒരു സമീപനമല്ല RSS നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അവരുടെ മനസ്സിലിരിപ്പ് ഇപ്പോൾ ഓരോന്നും പുറത്തു വരികയാണ്. കുറെ കഴിയുമ്പോൾ കുറെ കൂടി വ്യക്തമാവും. വളരെ നന്ദി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് പ്രതികരിച്ചതിന്. ഈ അവസരത്തിൽ PV തോമസ് അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ PV തോമസ് ടെലിഫോൺ ലൈനിലുണ്ടോ? യെസ്, അദ്ദേഹം ടെലിഫോൺ ലൈനിലില്ല. മറ്റ് വംശവെറി ഉണ്ടെങ്കിൽ തങ്ങൾ എങ്ങനെ ദക്ഷിണേന്ത്യക്കാർക്കൊപ്പം കഴിയും എന്ന BJP നേതാവ് തരുൺ വിജയുടെ വാക്കുകളാണ് ഇന്ത്യ ഒന്നാകെ വളരെ ഗൗരവതരമായി ഇന്ന് ചർച്ച ചെയ്യുന്നത്. ദക്ഷിണേന്ത്യക്കാരെ വംശീയമായി അധിക്ഷേപിക്കുന്ന വളരെ ഗൗരവതരമായ വാക്കുകളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. കൃത്യമായി ഇക്കാര്യത്തിൽ ദൃശ്യമാധ്യമ ഭാഷയിൽ പറഞ്ഞാൽ ബൈറ്റ് അദ്ദേഹത്തിന്റെ സംഭാഷണം ഉള്ളതുമാണ്. അൽ ജസീറയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ആദ്യം പറഞ്ഞു, തുടർന്ന് NDTV അടക്കമുള്ള ചാനലുകളിൽ അതിന്റെ തുടർ ചലനങ്ങളും ഉണ്ടായി. A. Sampath MP അദ്ദേഹം നിലവിൽ ടെലിഫോൺ ലൈനിലുണ്ട്. കൂടുതൽ ഇക്കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ നൽകാൻ ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് സർലിംഗ് ദില്ലിയിൽ നിന്ന് ചേരുന്നു. സന്തോഷ്, യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ചുരുക്കം വാക്കുകളിൽ? അരുൺ, കഴിഞ്ഞ 2 ആഴ്ചയായി നോയിഡ ഭാഗങ്ങൾക്ക്, ഗ്രേറ്റർ നോയിഡ ഭാഗങ്ങളിൽ ആഫ്രിക്കൻ വംശജർക്കെതിരെ വലിയ തോതിലുള്ള അക്രമങ്ങൾ നടക്കുന്നു. ഇത് സംബന്ധിച്ച് അൽ ജസീറ ചാനൽ നടത്തിയ ഒരു ഇന്റർവ്യൂവിലാണ് BJP നേതാവും BJPയുടെ RSSന്റെ താത്വിക നിലപാടുകൾ വ്യക്തമായി പറയുകയൊക്കെ ചെയ്യുന്ന തരുൺ വിജയ്, അവരുടെ പാഞ്ചജന്യത്തിന്റെ മുൻ എഡിറ്റർ കൂടിയായ തരുൺ വിജയ് വളരെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള വംശീയ പരാമർശം നടത്തിയിരിക്കുന്നത്. ആഫ്രിക്കൻ വംശജർക്കെതിരെ ഇന്ത്യയിൽ ഒരു മനോഭാവമുണ്ട്, പക്ഷെ അവരെ ആക്രമിക്കും എന്ന് പറയുന്നത് ശരിയല്ല. കാരണം കേരളം, തമിഴ്നാട്, ആന്ധ്ര തുടങ്ങി ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള കറുത്തവർ ഞങ്ങളോടൊപ്പം താമസിക്കുന്നുണ്ട്. അവരെ ആക്രമിക്കുന്നില്ല, അവരെ സഹിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ ആഫ്രിക്കൻ വംശജർക്കെതിരെ ആക്രമിക്കും എന്ന ചോദ്യമാണ് തരുൺ വിജയ് ഈ അഭിമുഖത്തിൽ ഉയർത്തുന്നത്. കറുത്ത വംശജർ എന്ന തരത്തിലുള്ള വംശീയ അധിക്ഷേപം നടത്തുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹം ഇന്ത്യയിലെ വിവിധ സമൂഹങ്ങൾ തമ്മിൽ പരസ്പരം ആക്രമിക്കാറുണ്ടെന്നും മറാത്തികൾ ബീഹാറികളെ ആക്രമിക്കാറുണ്ടെന്നും ബീഹാറികൾ മറാത്തികളെ തിരിച്ചും ആക്രമിക്കാറുണ്ട് എന്നൊക്കെ തരത്തിൽ പറഞ്ഞുകൊണ്ട് തന്റെ നിലപാടുകൾ ഊട്ടി ഉറപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ തരുൺ വിജയുടെ വാക്കുകൾ തന്നെ കേൾക്കാം. We were racist. Why would have all the entire South, which is complete, Tamil, Kerala, Karnataka and Andhra. Why do we live with them? We have black people around us. You are denying your own nation, you are denying your ancestry. That's very bad. I think we can be as good or as bad as any other human community. We have black people around us. എന്നാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ പറഞ്ഞു നിർത്തിയത്. ശ്രീ സമ്പത്ത്, താങ്കൾ ഇത് കേട്ടിട്ടുണ്ടാകും എന്നാണ് കരുതുന്നത്. എങ്ങനെയാണ് കാണുന്നത്? BJPയുടെ മുൻ രാജ്യസഭാംഗമായിരുന്ന ശ്രീ തരുൺ വിജയന്റെ ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന വന്നതിന്റെ സാങ്കത്യത്തെ കുറിച്ച് എനിക്കറിയില്ല. അങ്ങേയറ്റം അപലപനീയമായിട്ടുള്ള, അത് അദ്ദേഹത്തിന്റെ മനസ്സിൽ അന്തർലീനമായിട്ടുള്ള വർണ്ണപറിയുടെ ഒരു തരത്തിൽ പറഞ്ഞാൽ സവർണ ഹൈന്ദവ ആധിപത്യത്തിന്റെ എന്ന് മാത്രമല്ല ഉത്തരേന്ത്യൻ ആധിപത്യത്തിന്റെ, ആര്യൻ വംശ മേധാവിത്വത്തിന്റെ എല്ലാം തന്നെ വിത്തുകൾ അത് ചിലരുടെ എല്ലാം മനസ്സിൽ നിന്ന് വല്ലപ്പോഴും എല്ലാം മുളപൊട്ടി ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് പോലെ വന്ന ഒരു സംഭവമായി ഞാൻ ഇതിനെ കാണുകയാണ്. ഒരിക്കലും ഇന്ത്യ എന്ന ഒരു രാഷ്ട്രത്തിൽ ജനങ്ങളെ വർണ്ണത്തിന്റെ, വർഗത്തിന്റെ, ഭാഷയുടെ, വേഷത്തിന്റെ, അവരുടെ ആചാരക്രമങ്ങളുടെ, ഭക്ഷണ രീതികളുടെ, അങ്ങനെ വിശ്വാസങ്ങളുടെ പേരിലെല്ലാം അവരുടെ രാഷ്ട്രസ്നേഹത്തെ, ദേശസ്നേഹത്തെ, അവരുടെ ദേശീയ ബോധത്തെ തരംതിരിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം അപലപനീയമായ ഒരു കാര്യമാണ്. അത് ശുദ്ധ ഭോഷ്കാൻ. ഇവിടെ ചില ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ വളരെ സവർണരായിട്ടുള്ള, ഹൈന്ദവ മേധാവിത്വത്തിൽ വിശ്വസിക്കുന്നവരായിട്ടുള്ള ചില ആളുകളുടെ മനസ്സിലുള്ള, അവരെല്ലാം പുറമേ എത്ര സാത്വികരായി, പുറമേ എത്രമാത്രം അവര് ഇടപെടുമ്പോഴെല്ലാം സമന്വയത്തിന്റെ ഒരു മൂർത്തിഭാവങ്ങളാണ് എന്നൊക്കെ മാധ്യമങ്ങളിൽ കൂടിയെല്ലാം പലപ്പോഴും അത്തരത്തിൽ ചില ഇമേജുകൾ അങ്ങനെ കെട്ടിപ്പടുത്ത് ഉയർത്തിക്കൊണ്ടുവരാനെല്ലാം ശ്രമിക്കുമ്പോഴും അവരുടെ എല്ലാം മനസ്സിന്റെ ഉള്ളിലുള്ളത് എന്താണ് എന്നത് അത് ഒരിക്കൽ കൂടി പുറത്തു വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ
RSSന്റെ സ്ഥാപക നേതാക്കൾ തന്നെ ലോകത്ത് 5 കോടിയോളം മനുഷ്യരുടെ നരഹത്യക്ക് ഇടയാക്കിയ രണ്ടാം ലോകം ആയുധ കാലത്ത് പോലും ഹിറ്റ്ലറെയും മുസോളിനിയും വാഴ്ത്തിപ്പാടാനും ദേശസ്നേഹത്തിന്റെ എല്ലാം ഉത്തമ പ്രതീകങ്ങളായി അവരെല്ലാം ഉയർത്തിക്കാട്ടാനുമെല്ലാം അവർ പരിശ്രമിച്ചിരുന്നു എന്നുള്ള കാര്യം നാം മറന്നും പോകരുത്. ഇവിടെ BJPയുടെ നേതാക്കളുടെ എല്ലാം മനസ്സിൽ ഉള്ള ഇന്ത്യ എന്നത് ആധിപത്യം തങ്ങളുടെ കയ്യിലും, ആധിപത്യം ഇത്തരത്തിൽ സവർണറുടെ കയ്യിലും, രാജ്യത്തിന്റെ സമ്പത്തും പ്രകൃതി വിഭവങ്ങളും അധികാരവുമെല്ലാം അവരുടെ കയ്യിൽ തന്നെ ആയിരിക്കുകയും എന്നുള്ളത് തന്നെയാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. ഇത് തെക്കേ ഇന്ത്യക്കാരെ മാത്രമല്ല, ഇന്ത്യക്കാരെ എല്ലാവരെയും അപമാനിക്കുന്നതായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇവർ പഠിപ്പിക്കുന്നത് പോലെ തന്നെ RSSന്റെ പ്രത്യയശാസ്ത്ര പ്രകാരം അവർ പഠിപ്പിക്കുന്നത് പോലെ തന്നെ ഭാരതം എന്നത് ഭാരതവർഷ എന്നായിരുന്നല്ലോ അവർ പറയുന്നത്. ആര്യന്മാർ പുറത്തു നിന്ന് വന്നവർ അല്ല, ഭാരതവർഷ എന്ന വിശാലമായ സാമ്രാജ്യം ഉണ്ടായിരുന്നു, അവരാണ് ആര്യന്മാർ. ആ ആര്യ സങ്കല്പം ദ്രാവിഡന്മാർക്ക് മേൽ നേടിയ വിജയം ഇപ്പോഴും ആ ഒരു പൊതുബോധം തികട്ടി യഥാർത്ഥത്തിൽ വരുന്നുണ്ടോ? ഇവിടെ ഹിന്ദു ദേശീയത എന്നുള്ളതല്ല, ആ ദേശീയത സർക്കാർ ചെലവിൽ പ്രൊമോട്ട് ചെയ്യുന്നു ഓരോ ദിവസവും എന്നുള്ള അപകടകരമായ സാഹചര്യം കൂടി അതാണ് ഈ നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അത് എത്രത്തോളം ശ്രദ്ധിക്കേണ്ടതാണ്, ഭയപ്പെടേണ്ടതാണ് നിലവിലെ സാഹചര്യത്തിൽ? എന്നുള്ള നിലയിലോ CPIMന്റെ പ്രവർത്തകൻ എന്നുള്ള നിലയിലോ അല്ലാതെ മാറുന്നെന്ന് ഞാൻ പറയട്ടെ. ഒരു തെക്കേ ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ പറഞ്ഞാൽ EV രാമസ്വാമി നായ്ക്കരെ പോലുള്ള, പെരിയോറെ പോലുള്ള നേതാക്കന്മാർ അവരുടെ ദേശീയ ബോധത്തൊന്നും ആരും ചോദ്യം ചെയ്യേണ്ടതായിട്ടില്ല. എന്നാൽ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനെതിരായും ആര്യാവർത്തത്തിന്റെ മേധാവിത്വം അടിച്ചേൽപ്പിക്കുന്നതിനെതിരായും തെക്കേ ഇന്ത്യക്കാരുടെ സംസ്കാരത്തെയും ദ്രാവിഡ വംശജർ എന്ന് ഉത്തരേന്ത്യക്കാർ വിശേഷിപ്പിച്ച, ചിലരെങ്കിലും വിശേഷിപ്പിച്ച അത്തരത്തിൽ ഇവരെല്ലാം രണ്ടാം കിടക്കാരാണ് എന്നെല്ലാം വരുത്തി തീർക്കാൻ നടത്തിയ ശ്രമങ്ങൾക്കെതിരായി നടത്തിയിട്ടുള്ള വലിയ പോരാട്ടമുണ്ട്. ആ പോരാട്ടം വാസ്തവത്തിൽ അതിന്റെ എല്ലാം വിത്തുകൾ ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിലുള്ളത് തന്നെയാണ്. ഈ തെക്കേ ഇന്ത്യക്കാരുടെ അവരെയെല്ലാം ഈ വിധത്തിൽ സാംസ്കാരികമായി, സാമൂഹികമായി അവരെല്ലാം അസ്പൃശ്യരായി കാണുന്ന വിധത്തിലുള്ള ചില അന്തർലീനമായിട്ടുള്ള ഘടകങ്ങൾ ഈ പറഞ്ഞ പ്രസ്താവനകൾ പുറപ്പെടുവിച്ച ഇത്തരത്തിൽ പറഞ്ഞ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ മനസ്സിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവുകളാണ് വന്നിട്ടുള്ളത്. ചിലപ്പോഴെങ്കിലും ചില കാര്യങ്ങൾ ഇത്തരത്തിൽ അങ്ങനെ അറിയാതെ തന്നെ പുറത്തു വന്നു പോകുമല്ലോ, അങ്ങനെ വന്നതാണ്. ഒരു കാര്യം കൂടി, BJPയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗമാണ്, മുൻ MP കൂടിയാണ് അദ്ദേഹം. താങ്കൾക്ക് അറിവുള്ളതാണല്ലോ ആ നിലയിൽ. ഇന്ത്യ ആഫ്രിക്ക പാർലമെന്ററി ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പിന്റെ അധ്യക്ഷനാണ് നിലവിൽ അദ്ദേഹം. ആ അധ്യക്ഷ സ്ഥാനത്ത് ഇരുന്നുകൊണ്ടാണ് ഇത്തരത്തിൽ വംശീയമായ ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയത്. 1986 മുതൽ 2008 വരെ പാഞ്ചജന്യത്തിന് RSS മാഗസിൻ പാഞ്ചജന്യത്തിന്റെ എഡിറ്റർ ഇൻ ചീഫ് ആയിരുന്നു അദ്ദേഹം. അപ്പോൾ ദില്ലിയിലെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ PV തോമസ് അടക്കം പറഞ്ഞത് ബുദ്ധിയുള്ള ഒരു പൊളിറ്റീഷ്യൻ ആണ് അദ്ദേഹം എന്നാണ്. അതായത് അബദ്ധത്തിൽ അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് വന്നതല്ല ഈ വാക്കുകൾ, വളരെ സ്പഷ്ടമായി അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുകയായിരുന്നു. ശ്രീ സമ്പത്ത്, ഈ പറഞ്ഞ BJP നേതാവ് തന്നെയാണ് എന്തിനാണ് അദ്ദേഹം പ്രമുഖ തമിഴ് കവി തിരുവള്ളുവരുടെ പ്രതിമയുമായി എന്തിനാണ് അദ്ദേഹം അങ്ങനെയെങ്കിൽ കന്യാകുമാരിയിൽ നിന്ന് വടക്കോട്ടൊരു യാത്ര നടത്തിയത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ഇങ്ങനെ ഈ തെക്കേ ഇന്ത്യക്കാർക്കെതിരായി അവരെല്ലാം ഒരു രണ്ടാംകിട പൗരന്മാരായി എല്ലാം കാണുകയും അവരുടെ ദേശീയ ബോധത്തെ എല്ലാം ചോദ്യം ചെയ്യുകയും ഞങ്ങൾ അവരോടൊപ്പം അങ്ങനെയാണെങ്കിൽ ജീവിക്കുന്നില്ലോ എന്നുള്ളത്, തിരിച്ചങ്ങനെയാണെങ്കിൽ പെരിയോറെ പോലുള്ള നേതാക്കന്മാർ ജീവിച്ചിരുന്നെങ്കിൽ തിരിച്ചു ചോദിച്ചേനെ, അല്ല ഞങ്ങൾക്ക് നിങ്ങളോടൊപ്പം ജീവിക്കണം എന്നുള്ള നിർബന്ധമുണ്ട് എന്ന് നിങ്ങൾ തന്നെ അങ്ങനെ ധരിച്ചു വശാകുന്നത് എന്തിനാന്ന് ചോദിച്ചേനെ ഒരു പക്ഷേ. ഞാനത് ദേശീയബോധത്തെ ആരുടെയും ദേശീയബോധ അല്ലെങ്കിൽ ദേശീയ വികാരത്തെ വ്രണപ്പെടുത്താനുമായി ഞാൻ പറഞ്ഞതല്ല. ഇത് ഈ രാജ്യത്തിന്റെ കെട്ടുറപ്പിന് ഒട്ടും അഭികാമ്യമായിട്ടുള്ള ഒരു പ്രസ്താവന അല്ല അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുള്ളത്. അപ്പോ അത് എന്തായാലും അദ്ദേഹം ഒരു ഏതെങ്കിലും ഒരു വികാരത്തിനടിപ്പെട്ട് പറഞ്ഞതായി ഞാനത് കരുതുന്നില്ല. പഠിച്ചതേ പറയാറുള്ളൂ, അത് എഴുതിയതേ രചിക്കാറുള്ളൂ. അത്തരത്തിൽ അവരുടെ എല്ലാം വളരെ ചെറുപ്പകാലത്ത് ലഭിച്ചിട്ടുള്ള ശിക്ഷണം, ആ ശിക്ഷണത്തിൽ തന്നെ തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. വളരെ നന്ദി ശ്രീ എസ് സമ്പത്ത് MP ടെലിഫോൺ ലൈനിൽ പ്രതികരിച്ചതിന്. JR പത്മകുമാർ അടക്കം ടെലിഫോൺ ലൈനിൽ ഉണ്ട്. വരാമൊരു
ദക്ഷിണേന്ത്യക്കാരെ ഒന്നാകെ അടച്ചാക്ഷേപിച്ച് വംശീയമായി അധിക്ഷേപിച്ച് BJP മുൻ MP തരുൺ വിജയ്. ഗ്രേറ്റർ നോയിഡയിൽ നൈജീരിയയിൽ നിന്നുള്ള 2 ആഫ്രിക്കൻ വിദ്യാർത്ഥികൾ ആക്രമിക്കപ്പെട്ടിരുന്നു. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് തരുൺ വിജയോട് അൽ ജസീറ മാധ്യമ പ്രതിനിധി ചോദ്യം ചോദിച്ചപ്പോഴാണ് ഇന്ത്യയിൽ സേഫാണോ ആഫ്രിക്കക്കാർ എന്ന ചോദ്യത്തിനാണ് ഞങ്ങൾക്ക് സൗത്ത് ഇന്ത്യൻസ് ദക്ഷിണേന്ത്യക്കാർ ഉണ്ടല്ലോ ഞങ്ങൾക്കൊപ്പം, അവർക്കൊപ്പം കഴിയുന്നെങ്കിൽ പിന്നെ ഇവർ സുരക്ഷിതരായിരിക്കും ആഫ്രിക്കക്കാർ ഇന്ത്യയിൽ എന്ന തരത്തിലുള്ള പ്രസ്താവന വളരെ സ്പഷ്ടമായ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. JR പത്മകുമാർ BJP നേതാവ്, അദ്ദേഹം കൂടി ടെലിഫോൺ ലൈനിലുണ്ട് നിലവിൽ. ശ്രീ JR പത്മകുമാർ, എങ്ങനെയാണ് കാണുന്നത് താങ്കൾ അദ്ദേഹത്തിന്റെ പ്രതികരണത്തെ? കേട്ടില്ല. താങ്കൾ പറഞ്ഞ അറിവ് വെച്ചിട്ടാണ് പറയുന്നത്, ഞാൻ സംസാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള ഇതാണ് എടുക്കേണ്ടത്. അതേപോലെ ഞങ്ങൾക്കിടയിൽ ഇന്ത്യയിൽ വ്യത്യസ്ത സംസ്കാരങ്ങൾ, വ്യത്യസ്ത ജീവിക്കുന്ന ആളുകളുടെ ഇടയിൽ നമ്മളെല്ലാവരും ഏകത്വത്തോടുകൂടിയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ വർഗ വ്യത്യാസമില്ല. അപ്പൊ പിന്നെ നൈജീരിയക്കാരോട് ഞങ്ങൾ ആക്രമിക്കേണ്ട കാര്യമില്ലല്ലോ. ദക്ഷിണേന്ത്യ സംസ്കാരവും മറ്റു രീതിയിലുള്ള മറ്റ് വ്യത്യസ്തമായ സ്വഭാവവും ജീവിത രീതിയും വെച്ചിരിക്കുന്ന ആളുകൾ ഒരുമിച്ച് ജീവിക്കുന്ന ഈ രാജ്യത്ത് വർണ്ണപറി എന്നുള്ളത് പ്രശ്നമില്ല എന്ന് പറഞ്ഞത് മൊത്തത്തിൽ ദക്ഷിണേന്ത്യക്കാരെ ആക്ഷേപിച്ചു എന്നുള്ളൊരു വിലയിരുത്തൽ ശരിയല്ല. അങ്ങനെയാണ് ഒരു ആക്ഷേപം എന്നുണ്ടെങ്കിൽ സത്യത്തിൽ നമ്മൾ മുഖവിലയ്ക്ക് എടുക്കേണ്ടത് ഇന്നലെ നമ്മുടെ പ്രധാനമന്ത്രിയെ കുറിച്ച് നമ്മുടെ സംസ്ഥാന മന്ത്രി പറഞ്ഞാണ്. ഇന്ന് അദ്ദേഹം മറ്റൊരു സ്റ്റേറ്റ്മെന്റ് കൂടി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്നറിയില്ല. പാറശാലയിൽ ജിഷ്ണു പ്രണോയിയുടെ വീട്ടിൽ പോകാത്തത്, മുഖ്യമന്ത്രി പോകാത്ത അവിടെ ചെന്നാൽ അവിടെ കതുവടക്കി പിന്നെ വേറെ പലതും പറയുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ആക്ഷേപം. ഇതൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടത്. ജനങ്ങളെ, സമൂഹത്തെ ജനത്തെ ആക്ഷേപിക്കുന്നത് അങ്ങനെ ലളിതമായി അതിനെ തള്ളിക്കളയാനാവില്ല. കാരണം ദേശീയ മാധ്യമങ്ങളടക്കം വളരെ ഗൗരവമായി അക്കാര്യം ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. വി ഹാവ് ബ്ലാക്ക് പീപ്പിൾ അറൌണ്ട് അസ് എന്നാണ് അവസാനം അദ്ദേഹം പറഞ്ഞു നിർത്തിയത്. അങ്ങയുടെ അറിവിനായി ഒരിക്കൽ കൂടി ആ വാക്കുകൾ കേൾക്കാം. We were racist. Why would have all the entire South, which is complete, Tamil, Kerala, Karnataka and Andhra. Why do we live with them? We have black people around us. You are denying your own nation, you are denying your ancestry. That's very bad. I think we can be as good or as bad as any other human community. താങ്കൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടു എന്ന് തന്നെ പ്രതീക്ഷിക്കട്ടെ. തെക്കേ ഇന്ത്യക്കാർക്കൊപ്പം കഴിയാമെങ്കിൽ പിന്നെ ആഫ്രിക്കക്കാർ ഇവിടെ സുരക്ഷിതരാവും എന്ന് തന്നെയാണ് ആ പറഞ്ഞു വെച്ചത്. ഈ തമിഴ്നാട് ദ്രാവിഡിയൻ പൊളിറ്റിക്സ് ഉണ്ടല്ലോ, അപ്പൊ ആ ഒരു കൾച്ചറും അതൊക്കെയുള്ള ആളുകളുമായിട്ടൊക്കെ ഞങ്ങൾ ഒരുമിച്ച് സംസാരിക്കുന്നു, ഒരുമിച്ച് ഇന്ത്യയുടെ ഒരു ഏകോദര സഹോദരന്മാരെ പോലെ കഴിയല്ല. അതുകൊണ്ട് ഞങ്ങളുടെ ഇടയിൽ വർണ്ണപിഴവിയില്ല. അത് പോസിറ്റീവായിട്ട് എടുക്കാനുള്ളത്, അങ്ങനെ ഒരു വ്യത്യാസമില്ല. അല്ലാതെ ദക്ഷിണേന്ത്യക്കാരെ ആക്ഷേപിച്ചു എന്നുള്ള നിലയിലല്ല അത് തന്നെ എടുക്കേണ്ടത്. ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അതിനെ വിശകലനം ചെയ്യാം. പക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ചതാണ് അങ്ങനെ കൈരളി പീപ്പിൾ മാത്രമായി ചർച്ച ചെയ്ത ഒരു വിഷയമല്ല ഇത്. കൈരളി പീപ്പിൾ മാത്രമായി എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ നിങ്ങളെന്ന് ഉദ്ദേശിച്ചത് മാധ്യമ പ്രവർത്തകരെയാണ്. ദേശീയ രാഷ്ട്രീയത്തിലടക്കം ദേശീയ മാധ്യമങ്ങളിലടക്കം വളരെ ഗൗരവമായി ഇക്കാര്യം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. NDTV അദ്ദേഹത്തിന്റെ വാക്കുകൾ എടുത്ത ചർച്ചയുടെ ക്ലിപ്പിംഗ്സ് ആണ് താങ്കൾ കണ്ടത്. നിങ്ങൾ എനിക്ക് അദ്ദേഹത്തിനെ പേഴ്സണലി അറിയില്ല. BJPയുടെ മുൻ MP എന്നാണ് പറഞ്ഞത്. എന്തായാലും പാർട്ടി അത്തരത്തിലെ ഒരു അഭിപ്രായം ഒരിക്കലും പറയില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞ ഇതിൽ നിന്ന് കേട്ടതിൽ നിന്നുള്ള അഭിപ്രായം എന്ന് പറഞ്ഞത് ഒരു ഭാരതീയ ജനതാ പാർട്ടിയുടെ അഭിപ്രായമല്ല. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം. പക്ഷെ അദ്ദേഹം നല്ല സെൻസിൽ അതിലൊരു രണ്ട് പാർട്ടുണ്ട്. അതിലൊരു സെൻസിൽ പറഞ്ഞെങ്കിൽ ഞങ്ങളുടെ വർണ്ണപെറിയില്ല. അതിനെ നമ്മൾ മുഖവിലേക്ക് എടുത്താൽ മതി. വളരെ സരസമായി താങ്കൾ അക്കാര്യം ലാഘവബുദ്ധിയോടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അങ്ങനെയല്ല യഥാർത്ഥത്തിൽ ഇന്ത്യ ഒന്നാകെ ഇക്കാര്യത്തെ എടുത്തിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞതിന്റെ സെൻസും അതായിരുന്നില്ല. ഏറ്റവും ബുദ്ധിമാനായ ഒരു പൊളിറ്റീഷ്യൻ, എഴുത്തുകാരൻ എന്ന തരത്തിലൊക്കെയാണ് ദില്ലിയിൽ നിന്നുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകരടക്കം അദ്ദേഹത്തെക്കുറിച്ച് നിലവിൽ ചർച്ച ചെയ്ത് പരിചയം ഉള്ളവർ. അദ്ദേഹം BJPയുടെ മുൻ MP ആണ്. ഏറ്റവും ശ്രദ്ധേയമായത് ഇന്ത്യ ആഫ്രിക്ക പാർലമെന്ററി ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് അധ്യക്ഷനാണ് തരുൺ വിജയ് എന്നുള്ളതാണ്. പാഞ്ചജന്യത്തിന്റെ എഡിറ്റർ ആയിരുന്നു 86 മുതൽ 2008 വരെ. ഇക്കാര്യങ്ങളൊക്കെ അങ്ങേക്ക് അറിവുള്ള കാര്യം കൂടിയായിരിക്കുമല്ലോ. ഈ സ്ഥാനത്തിരുന്ന് അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ ഇടയിൽ വർണ്ണപെറിയില്ല, അതിലെന്തെങ്കിലും തെറ്റുണ്ടോ? ഇങ്ങനെ അദ്ദേഹം പറഞ്ഞത് വ്യത്യസ്തമായ കൾച്ചറുള്ള ആളുകളെല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്നു. ദക്ഷിണേന്ത്യൻ കൾച്ചറും വടക്കേന്ത്യൻ കൾച്ചറും തമ്മിൽ വ്യത്യാസമുണ്ട്. അതിന്റെ ആ ഒരു സെൻസിലാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലാതെ ഒരു ഈ വേർഡ്സിന്റെ അർത്ഥത്തിൽ നമ്മൾ എടുത്ത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പ്രത്യേകിച്ച് നിലപാടുകളൊന്നുമില്ല. എല്ലാവരും ഇന്ത്യക്കാർ എന്നുള്ള ഒരൊറ്റ കൺസെപ്റ്റാണുള്ളത്.
വ്യത്യസ്ത സംസ്കാരങ്ങൾ ഒരു നൂലിൽ കെട്ടിയ കുത്തുപാലകൾ പോലെ നമ്മുടെ ഒരു സംസ്കാരം നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളതാണ് നമ്മുടെ സംസ്കാരം. ആ ബഹുസ്വരത എന്ന നീർക്കുമിളയൊക്കെ കുത്തിപ്പൊട്ടിക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന നിലവിലുണ്ടായിട്ടുള്ളത്. ഞാൻ അതാണല്ലോ നേരത്തെ നിങ്ങളുടെ ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ കേരളത്തിലെ ഒരു മന്ത്രി 2 ദിവസമായിട്ട് നടത്തുന്ന പ്രചരണങ്ങൾ ഇതൊക്കെ LDF ഗവൺമെന്റിന്റെയും CPM-ന്റെ ഒക്കെ നിലപാടാണോ? പ്രണായിയുടെ വീട്ടിൽ ചെന്നാൽ പ്രണായിയുടെ വീട്ടിൽ ചെന്നാൽ കഥകടച്ചാൽ വേറെ മറ്റുള്ളതും ആയിരിക്കും പിന്നെ പ്രചരിപ്പിക്കുന്നത് എന്ന് കേരളത്തിലെ ഒരു മന്ത്രി ഇന്ന് പരസ്യമായി പ്രസ്താവിച്ചിട്ടുണ്ട് പാറശാലയിൽ. അങ്ങ് ഇക്കാര്യത്തിൽ ഉന്നയിക്കുന്നത് അവർക്ക് ചെയ്യാമെങ്കിൽ ഞങ്ങൾക്കും ചെയ്യാം എന്ന തരത്തിലുള്ള മുട്ടാപ്പോക്ക് തർക്കമാണ്. അത് തന്നെയാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ വരും മണിക്കൂറുകളിൽ കൂടി ചർച്ചയാവേണ്ടതാണ്. വളരെ നന്ദി ഈ ഘട്ടത്തിൽ ടെലിഫോൺ ലൈനിൽ പ്രതികരിച്ചതിന് ശ്രീ JR പത്മകുമാർ. പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുടിവെള്ള ക്ഷാമം അനുഭവിക്കുന്ന പ്രദേശമാണ് പ്രമാടം പഞ്ചായത്തിൽ തലയറമുരുപ്പ് കോളനി. 200ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഇവിടെ 45 ലക്ഷം രൂപ മുടക്കി വലിയ ടാങ്ക് പണിതുവെങ്കിലും വെള്ളം മാത്രം കിട്ടാനില്ല. പത്തനംതിട്ട ജില്ലയിലെ പ്രമാടം പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന പ്രദേശമാണ് തലയറമുരുപ്പ് കോളനി. 200ഓളം കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. ഇവിടുത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി 2012-ൽ പുതിയ കുടിവെള്ള പദ്ധതിക്ക് തുടക്കമിട്ടിരുന്നു. രാജീവ് ഗാന്ധി കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 45 ലക്ഷം രൂപ മുടക്കി വലിയ ടാങ്കും പണിതു. കോളനിയിൽ നിന്നും 2 കിലോമീറ്റർ മാറി മംഗലശ്ശേരി പടിയിലാണ് പുതിയ കുളം നിർമ്മിച്ചത്. ഇവിടുന്ന് ടാങ്കിലേക്ക് വെള്ളം എത്തിക്കുന്നതിനുള്ള പൈപ്പ് കണക്ഷനും മോട്ടോറും എല്ലാം 6 മാസം മുമ്പേ തന്നെ തയ്യാറാക്കിയിട്ടും ടാങ്കിൽ വെള്ളം എത്തിക്കാൻ സാധിക്കുന്നില്ല. വൈദ്യുതി കണക്ഷൻ ലഭിക്കാത്തതാണ് ഇതിന് കാരണമായി വന്നിരിക്കുന്നത്. നിലവിലുള്ള ട്രാൻസ്ഫോമറിൽ നിന്ന് വൈദ്യുതി നൽകിയാൽ മോട്ടോർ പ്രവർത്തിപ്പിക്കാൻ മാത്രമുള്ള വോൾട്ടേജ് ലഭ്യമാകാത്തതാണ് ഇതിന് കാരണം. വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ ഞങ്ങൾ കൂടുതലാണ് ഞങ്ങൾക്ക് വെള്ളം കുടിക്കാൻ. ഇപ്പോൾ ടാങ്ക് കെട്ടി പൈപ്പും വലിച്ചു. അത് പിന്നെ ഇതുവരെയും അതിൻ്റെ ഇതൊന്നും വന്നിട്ടില്ല, വെള്ളവും കിട്ടിയിട്ടില്ല. നിലവിൽ കുടിവെള്ളത്തിനുള്ള ബുദ്ധിമുട്ട് കൂടിയതിനാൽ 2 കിലോമീറ്ററോളം മലയിറങ്ങിപ്പോയി തലച്ചുമടായാണ് ഇവിടുള്ളവർ കുടിവെള്ളം കൊണ്ടുവരുന്നത്. ഈ ബുദ്ധിമുട്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് പെട്ടെന്ന് പരിഹാരം കാണേണ്ടതുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.